കടക്കുകയാണ്. അങ്ങേക്ക് 15 മിനിറ്റ് സംസാരിക്കാം. ബഹുമാനപ്പെട്ട അംഗങ്ങളോടെല്ലാം സമയകൃത്യത പാലിക്കണമെന്ന് വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. ക്ഷേത്രത്തെയും എൻ ശംസുദ്ദീൻ 15 മിനിറ്റ് സംസാരിക്കാം. അല്ലാതെ ഒരു വർഗീയവാദിയും സൃഷ്ടിച്ചതല്ല. ഗൗരവമുള്ള ഒരു വിഷയം എന്നത് ഏറെ അഭിമാനകരമാണ്. ഈ സഭയുടെയും ആരോഗ്യ വകുപ്പിന്റെയും ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഈ അടിയന്തര പ്രമേയം. അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന മഹാമാരി കേരളത്തിൽ അതിവേഗം പടർന്നു പിടിക്കുകയാണ് സർ. ഇതിനകം 20ഓളം പേർ മരണപ്പെടുകയുണ്ടായി സർ. 100ഓളം പേർക്ക് രോഗവ്യാപനം ഉണ്ടായിട്ടുണ്ട്. ഇത് കേരളത്തിന്റെ എല്ലാ ഭാഗത്തുണ്ട്. സാധാരണ ഇങ്ങനെ രോഗങ്ങൾ എവിടെയെങ്കിലും ഒരു ഭാഗത്താണ് കാണാറ്. എന്നാൽ തിരുവനന്തപുരത്തുണ്ട്, കൊല്ലത്തുണ്ട്, മലപ്പുറത്തുണ്ട്, തൃശ്ശൂരുണ്ട്, കോഴിക്കോടുണ്ട്, ഇന്നലെ പാലക്കാടും റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിവിടെ സാർ നമ്മൾ കാണേണ്ടത് ഇത് പകർച്ചവ്യാധിയല്ല, എന്നിട്ടും ക്രമാതീതമായി എണ്ണം കൂടുകയാണ്. എന്തുകൊണ്ടാണെന്ന് ശാസ്ത്രീയമായി മറുപടി പറയാൻ സർക്കാരിന് സാധിക്കുന്നില്ല. ഇത് വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ്, ഇത് വ്യാപിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് പറയാൻ നമ്മുടെ ഗവൺമെന്റിന് സാധിക്കുന്നില്ല. അമേരിക്കൻ ഏജൻസി ആയിട്ടുള്ള സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ എന്ന ഒരു സംഘടന നടത്തിയിട്ടുള്ള ഒരു പഠനത്തിൽ പറയുന്നത് അമീബയുള്ള കുളത്തിൽ കുളിക്കുന്ന 26 ലക്ഷം പേരിൽ ഒരാൾക്ക് മാത്രമാണ് അണുബാധ സാധ്യതയുള്ളതെന്ന്. അപ്പൊ അത്രയേറെ അപൂർവമായിട്ടുള്ളൊരു രോഗമാണിത്. പക്ഷെ കേരളത്തിൽ ഇത് പടർന്നു പിടിക്കുകയാണ്. ഇവിടെ ആരോഗ്യ വകുപ്പ് ഇരുട്ടിൽ തപ്പുകയാണ്. എങ്ങനെ പ്രതിരോധിക്കണമെന്ന കാര്യത്തിൽ ആരോഗ്യ വകുപ്പിന് യാതൊരുവിധ വ്യക്തതയുമില്ല. ജനങ്ങൾ ആശങ്കയിലാണ് സർ. ഏറ്റവും കൂടുതൽ കേസുകൾ കേരളത്തിലാണ്. എന്നാൽ സർക്കാർ പറയുന്നത് ഇവിടെ മരണനിരക്ക് വളരെ കുറവാണെന്ന്. അത് പറഞ്ഞു നിൽക്കുകയാണ്. മരണനിരക്ക് കുറവാണെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് സർ. മരണനിരക്ക് പൂഴ്ത്തിവെച്ചു സർക്കാർ എന്നൊരു ആക്ഷേപമുണ്ട് സർ. അതായത് 3 ദിവസം മുമ്പ് വരെ മസ്തിഷ്ക ജ്വരം എന്ന് സംശയിക്കപ്പെടുന്നവരുടെ പട്ടികയിൽ കുറെ ആളുകളുടെ പേര് ചേർത്തു. എന്നാൽ ചില മാധ്യമങ്ങളിൽ കൃത്യമായ ആക്ഷേപം വന്നപ്പോ അത് മാറി. അന്ന് വരെ ഉണ്ടായിരുന്നത് മരിച്ചത് 2 പേരാണ്. എന്നാൽ 2 ദിവസം മുമ്പ് ലിസ്റ്റ് പരിഷ്കരിച്ചപ്പോൾ മരിച്ചത് 17 പേരായി. പിന്നീട് 2 പേർ കൂടി മരിച്ചു. ഇപ്പം മരിച്ചവരുടെ എണ്ണം 19. ഇത് ബാധിച്ചവരുടെ എണ്ണം 66 എന്നാണ് സർക്കാർ റെക്കോർഡിൽ പറയുന്നത്. പല കാര്യത്തിലും എന്ന പോലെ സർ യഥാർത്ഥ കണക്കുകൾ മറച്ചുവെച്ച് മേനി നടിക്കാനാണ് മന്ത്രിയും സർക്കാരും ശ്രമിക്കുന്നത്. ഇത് കേരളീയ സമൂഹത്തോടുള്ള ഒരു വെല്ലുവിളിയാണ്. ഇത് വളരെ ഗുരുതരമായ ഒരു ആരോഗ്യ പ്രശ്നമാണ്. ആരോഗ്യരംഗത്തുള്ള ഒരു പ്രതിസന്ധിയാണ്. അതിനോട് സർക്കാർ സ്വീകരിക്കുന്ന ഈ സമീപനം ഒട്ടും ശരിയല്ല. ഇവിടെ സാർ ഉറവിടം കണ്ടെത്തി രോഗം തടയുന്നതിൽ സർക്കാർ തികഞ്ഞ പരാജയമാണ്. നിപ്പ, മസ്തിഷ്ക ജ്വരം, ഇതിന്റെയൊക്കെ മരണനിരക്ക് കേരളത്തിൽ കുറവാണെന്നാ പറഞ്ഞിരിക്കുന്നത്. അത് മാത്രം കൊണ്ടായോ സാർ? രണ്ടിന്റെയും ഉറവിടം കണ്ടെത്തുന്നതിൽ വകുപ്പ് ദയനീയമായി പരാജയപ്പെട്ടു സാർ. ഇവിടെ നമ്മൾ ആരോഗ്യരംഗത്ത് ഒരു ആപ്തവാക്യമുണ്ട്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അത് ഇവിടെ വിസ്മരിക്കുകയാണ്. രോഗം വന്നിട്ട് ചികിത്സിക്കലല്ല, രോഗം എങ്ങനെ വരാതിരിക്കണം എന്ന് നോക്കണ്ടേ സാർ. പഞ്ചായത്തുകളെ അടക്കം ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു കർമ്മ പദ്ധതി ഇതുവരെ തയ്യാറാക്കാൻ ആരോഗ്യ വകുപ്പിന് സാധിച്ചിട്ടില്ല. അവരുടെയൊക്കെ സഹായം ഉണ്ടെങ്കിൽ ഇത് പ്രതിരോധിക്കാൻ കഴിയുള്ളൂ സർ. നിഗമനത്തിലെത്താൻ കഴിയാത്ത അവസ്ഥയുണ്ട്. കുളത്തിൽ കുളിച്ചാലാണ്, തോട്ടിൽ കുളിച്ചാലാണ്, പുഴയിൽ കുളിച്ചാലാണ്, മോശമായ വെള്ളത്തിൽ കുളിച്ചാലാണ് മൂക്കിലൂടെ ഇത് കയറി ഈ പ്രശ്നം ഉണ്ടാകുന്നതെന്നാണ് ഇതുവരെ പറഞ്ഞിരുന്നത്. എന്നാൽ വീട്ടിൽ കുളിച്ചവർക്കും രോഗം വന്നു, മരിച്ചു. അതുപോലെ തന്നെ പിറന്ന് 4 മാസമായ കുഞ്ഞ്, അതിന് ഏതായാലും കുളത്തിലും പിന്നെ പുഴയിലൊന്നും കൊണ്ടുപോയില്ല, 4 മാസമായ ഒരു കുഞ്ഞും മരിച്ചു. ഇവിടെ നമ്മൾ കാണേണ്ടത്, നമ്മളെല്ലാത്തിനും ഉഷാറാണെന്ന് പറഞ്ഞ് നമ്പർ 1 കേരളം എന്ന് പറയുന്നതിൽ ഞങ്ങളൊക്കെ കേരളക്കാർ തന്നെയാണ്. നമ്മളെല്ലാവരും കൂടെ ഉണ്ടാക്കിയാണിത്. പക്ഷെ ഒരു പ്രതിസന്ധി വരുമ്പോഴും അവിടെ നമ്പർ 1 കേരളം എന്ന് നിങ്ങൾ പറയുന്നതിൽ അർത്ഥമില്ല. ഡോക്ടർ രാജീവ് സദാനന്ദനെ നിങ്ങൾക്ക് അറിയില്ലേ? ഞാൻ പരിചയപ്പെടുത്തണ്ടല്ലോ. നിങ്ങളുടെ 1ാം ഗവൺമെന്റിൽ ആരോഗ്യ വകുപ്പ് സെക്രട്ടറി ആയിരുന്ന നമ്മുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറി അദ്ദേഹം പറയുന്നുണ്ട്, ഇപ്പൊ അടുത്തൊരു പത്രസമ്മേളനം നടത്തിയിട്ട്, 1ാമത് എന്ന തള്ള് അപകടകരമാണെന്ന മുന്നറിയിപ്പ് ഞാൻ നൽകുകയാണ്. ആരോഗ്യ രംഗത്ത് എല്ലാത്തിലും 1 പറയുന്ന ഈ തള്ള് വളരെ അപകടകരമാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതല്ല, ഉപനേതാവ് പറഞ്ഞതല്ല, രാജീവ് സദാനന്ദന്റെ വാക്കുകളാണ്. ആരോഗ്യ സംവിധാനം ഇപ്പോഴും പ്രാകൃതമായ അവസ്ഥയിലാണ്. ആര് പറയണേ? രാജീവ് സദാനന്ദൻ പറയുകയാണ്. സർ, ഇവിടെ ഡെങ്കിപ്പനി നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ? എല്ലാ കൊല്ലം ഡെങ്കി വന്ന് വിസിറ്റ് ചെയ്ത് പോണില്ലേ? ഒരുപാട് ആൾ മരിക്കുന്നില്ലേ? എല്ലാ വർഷവും ഉണ്ട്, ഡെങ്കിയിൽ ആളുകൾ മരിക്കുന്നുണ്ട്. സർ, നിപ്പ
ഓരോ കൊല്ലവും വരുന്നുണ്ട്. എന്താ ഒരു ചില പ്രത്യേക മാസത്തിൽ വരുന്ന വവ്വാലിന് മാത്രം നിപ്പുണ്ടാകണ്? അങ്ങനെ ഇപ്പൊ നിങ്ങൾ പറയണം, ആ പ്രത്യേക മാസത്തിൽ വരുന്ന വവ്വാൽ രോഗവാഹികളാണെന്നാണ്. പക്ഷേ എല്ലാ കൊല്ലവും നിപ്പയും വിസിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഇത്തവണ മണ്ണാർക്കാടും വിസിറ്റ് ചെയ്തു സാർ നിപ്പ. ചില പ്രതിസന്ധികൾ ഞങ്ങൾക്കുണ്ടായി. അപ്പോ ഇവിടെ ഇത് എന്തുകൊണ്ട് അടുത്ത കൊല്ലം വരൂല എന്ന് മന്ത്രിക്ക് പറയാൻ പറ്റുമോ? സർ, മസ്തിഷ്ക ജ്വരത്തിന്റെ കാര്യത്തിലും നിങ്ങൾ ഇരുട്ടിൽ തപ്പുകയാണ്. ഇത് ഡിപ്പാർട്ട്മെന്റിന്റെ പിടിപ്പുകേടാണ് സർ. പിന്നെ ഇപ്പോൾ ഒരു ഫേസ്ബുക്കുമായി ബന്ധപ്പെട്ടൊരു വല്ലാത്ത വിവാദം നടക്കുന്നുണ്ട്. മന്ത്രി അതിൽ പറഞ്ഞത് എന്താ വെച്ചാല്, ഇത് എന്റെ കുഴപ്പം കൊണ്ടോ ഈ കാലത്തുള്ളതോ അല്ലാന്നാണ്. മന്ത്രി ഇത് നേരെ അപ്പുറത്തേക്ക് വിട്ടു. ആദ്യം വിട്ടത് ഉമ്മൻചാണ്ടി സർക്കാരിന് നേരെയാണ്. 2013 ഒരു പഠനം നടത്തി. അന്ന് ആ ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല എന്ന്. പക്ഷേ ആ പഠനം നടത്തിയിട്ട് അതിന്റെ റിപ്പോർട്ട് വന്നു. പഠനം ഔദ്യോഗിക പഠനമല്ല, ഗവൺമെന്റ് പറഞ്ഞ പഠനമല്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ 2 ഡോക്ടർമാര് അവരുടെ സ്വന്തം നിലക്ക് നടത്തിയ പഠനമാണ്. എന്താണ് ഇങ്ങനെ ഈ മസ്തിഷ്ക ജ്വരം എങ്ങനെ വരുന്നത്? അങ്ങനെ നടത്തിയപ്പോ അതില് 2013 അവർ പഠനം ആരംഭിച്ചെങ്കിലും റിപ്പോർട്ട് കൊടുക്കുന്നത് 2018 ഉമ്മൻചാണ്ടി മാറി 1ാം പിണറായി ആയി. നിങ്ങൾ 1ാം ലോക മഹായുദ്ധം 2ാം ലോക മഹായുദ്ധം എന്ന് പറഞ്ഞ മാതിരി എല്ലായിടത്തും വിശേഷിച്ച് പറയുമല്ലോ. അങ്ങനെ 1ാം പിണറായി ആയി. ആ സമയത്ത് വെച്ച് അന്ന് ആരാ ആരോഗ്യമന്ത്രി? ശൈലജ ടീച്ചറാണ്. ഉമ്മൻചാണ്ടിയെ ചാരി ശൈലജ ടീച്ചർക്കൊരടി എന്നതാണോ അതിന്റെ സൂത്രം എന്നും എനിക്ക് തോന്നിപ്പോകുന്നുണ്ട്. ഏതായാലും ആ റിപ്പോർട്ടിനെ കുറിച്ച് പിന്നീട് വലിയ വിവാദം ഉണ്ടായി. ഫേസ്ബുക്കിൽ വലിയ പ്രശ്നം വന്നു. മന്ത്രിക്കെതിരെ വലിയ ആക്ഷേപങ്ങൾ വന്നു. സത്യത്തിൽ അന്ന് എന്താ പഠനം നടത്തിയത്? കോർണിയ അൾസർ, കണ്ണിന് ബാധിക്കുന്ന അൾസറുമായി ബന്ധപ്പെട്ട പഠനമാണ് അവർ നടത്തിയത്. എന്നിട്ട് അതിൽ തന്നെ അവർ പറയുന്നുണ്ട് നെഗ്ലേറിയ ഫൗളറി എന്ന അമീബ ആണെന്ന് ഈ മസ്തിഷ്ക ജ്വരത്തിന് കാരണമെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല എന്നും സർ ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി തന്റെ കാലത്തെല്ലാം ഭദ്രമാണ്, വല്ല പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അതിന് കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ഉള്ളവരാണ് എന്ന് പറയുന്നതല്ലല്ലോ ഒരു മന്ത്രിയുടെയും ഡിപ്പാർട്ട്മെന്റിന്റെയും ഉത്തരവാദിത്വം. അത് പ്രശ്നങ്ങളെ നേരിടാനുള്ള ആർജവം കാണിക്കുകയാണ് സർ വേണ്ടത്. ഇതിൽ വിമർശനം വന്നു. ഇടതുപക്ഷക്കാരായ ഡോക്ടർമാരെ തന്നെ മന്ത്രിയുടെ ഫേസ്ബുക്കിന് താഴെ കുറിപ്പിടാൻ തുടങ്ങിയപ്പോ മന്ത്രിക്ക് മലക്കം മറിയേണ്ടി വന്നു. അതിൽ 18 റിപ്പോർട്ടിന്റെ തലപ്പ് വെട്ടിയിട്ടാണ് ഫേസ്ബുക്കിൽ ഇട്ടത്. അതൊന്നും ഒരു ശരിയായ രീതിയല്ലല്ലോ. 18 റിപ്പോർട്ട് വന്നത്, പക്ഷെ അതിന്റെ ഹെഡിങ് വെട്ടിയിട്ടാണ് ഇത് ഫേസ്ബുക്കിൽ ഇട്ടത്. അപ്പോ സർ, ഈ കേരളത്തിലെ ആരോഗ്യരംഗം പരിതാപകരമായ അവസ്ഥയിലാണെന്ന് ആർക്കറിയാത്തത്? ഇവിടെ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ഒരു വെളിപ്പെടുത്തലുണ്ട്. ഹാരിസ് ചിറക്കൽ മനസ്സിൽ ഇടതുപക്ഷ ആദർശമുള്ളയാളാണ്. അദ്ദേഹം തന്നെ പറയുന്ന അച്യുതാനന്ദനും പിണറായിയും ഒക്കെ എനിക്ക് ദൈവതുല്യരാണ് എന്നൊക്കെ പറയുന്ന ഹാരിസ് ചിറക്കൽ എന്താ അവസാനം പറഞ്ഞേ? പിരിവെടുത്തും ഇരുന്നു വാങ്ങിയും ഞാൻ മടുത്തുപോയി സർ. ശസ്ത്രക്രിയക്ക് ആവശ്യമായ സാധനങ്ങൾ സർക്കാർ തരുന്നില്ല. വേദന കൊണ്ട് പൊളയുന്ന രോഗിയോട് ശസ്ത്രക്രിയ ഇനി ഞാൻ എങ്ങനെ മാറ്റിവെക്കും എന്ന് ഹാരിസ് ചിറക്കൽ എന്ന് പറയുന്ന സാധാരണക്കാരുടെ ഡോക്ടർ, ഒരാർഭാടവുമില്ലാത്ത സ്കൂട്ടറിൽ സഞ്ചരിക്കുന്ന ഒരു യൂറോളജി മേധാവിയെ നമ്മൾ കാണുകയാണ്. ആ ഡോക്ടറെ ആദ്യം അത് പറഞ്ഞേ നിങ്ങൾ ബത്സിക്കാനാണ് നോക്കിയത്. എന്നിട്ട് അദ്ദേഹം പറയാണ് ഇനി പറയാതെ വയ്യ. ഭയത്തേക്കാൾ വലുത് രോഗികളോടുള്ള കടപ്പാടാണ്. എന്താണ് ഭയം? ഇത് പറഞ്ഞാൽ ഞാൻ ചിലത് നേരിടേണ്ടി വരും എന്ന് എനിക്കറിയാം. പക്ഷെ ആ ഭയമല്ല പ്രശ്നം. എന്റെ പ്രശ്നം രോഗികളോടുള്ള കടപ്പാടാണെന്ന് പറഞ്ഞ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ഡോക്ടറാണ് ശ്രീ ഹാരിസ് ചിറക്കൽ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ ആരോഗ്യരംഗത്തിന്റെ രേഖാചിത്രമാണ് ഈ ഡോക്ടറുടെ വെളിപ്പെടുത്തലിലൂടെ നമ്മൾ കണ്ടത്. മൂത്രാശയത്തിന്റെ കല്ല് പൊടിക്കാനുള്ള ഉപകരണം ഇവിടുത്തെ എല്ലാ ആശുപത്രിയും ഭയങ്കര ഗംഭീരാക്കി എന്നാ പറഞ്ഞു. മൂത്രാശയത്തിന്റെ കല്ല് പൊടിക്കാനുള്ള ഉപകരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇല്ല, അതുണ്ടായില്ല. വിദ്യാർത്ഥിയായ ഒരു രോഗിയുടെ ശസ്ത്രക്രിയ പലതവണ മാറ്റിവെച്ചു. ഉപകരണം ഇന്ന് വരും, നാളെ വരും, എന്റെ കല്ല് അപ്പം പൊടിച്ചു തരാന്ന് പറഞ്ഞിട്ട് പലതവണ മാറ്റിവെച്ചു. പക്ഷേ ചികിത്സ നടത്താൻ, ശസ്ത്രക്രിയ നടത്താൻ സാധിക്കുന്നില്ല. അത് ഹാരിസിനെ വല്ലാതെ വേദനിപ്പിച്ചപ്പോഴാണ് ഹാരിസ് ഈ പത്രസമ്മേളനം നടത്തി ഫേസ്ബുക്കിലൂടെ ഈ കാര്യങ്ങൾ പുറത്തുവിട്ടത്. അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളുടെയും അവസ്ഥ ഇങ്ങനെ തന്നെയാണ് സർ. കോഴിക്കോട് ജില്ലാ ആശുപത്രിയിൽ ഹൃദയ ശസ്ത്രക്രിയ മുടങ്ങിയിട്ട് 10 മാസമായി സർ. ഒരു പാവപ്പെട്ടവർ ഹൃദയ ശസ്ത്രക്രിയക്ക് ആശ്രയിക്കുന്ന ജില്ലാ ആശുപത്രി, അത് സർക്കാർ ആശുപത്രി ചെയ്യണമെങ്കിൽ നമുക്ക് സൗജന്യമായിട്ട് ചെയ്യാം. എന്നാൽ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയാൽ 3 ലക്ഷം ഉറുപ്പ്യെങ്കിലും വേണം. ഒരു ആൻജിയോപ്ലാസ്റ്റിയോ ആൻജിയോഗ്രാമോ ഒക്കെ ചെയ്യണമെങ്കിൽ അത്ര ചെലവ് വരും. അപ്പൊ 3 ലക്ഷം രൂപ കയ്യിലുള്ളവന്റെ ഹൃദയം മാത്രം പണിമുടക്കിയാൽ മതി എന്നുള്ള അവസ്ഥയിലേക്ക് ആരോഗ്യരംഗം കേരളം നമ്പർ 1 പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മൾ ഈ ചർച്ച ഇത് കൊണ്ടുവരണമെന്ന് ഞങ്ങൾ പറയുന്നത് സാർ. ഇവിടെ എന്തുകൊണ്ടാണ് നിയമസഭയിൽ അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയം ഷംസുദ്ദീൻ അവതരിപ്പിക്കുകയാണ്.